രണ്ട് പതിറ്റാണ്ടിലേറെ യാത്രക്കാരെ നെഞ്ചിലെത്തി സർവീസ് നടത്തിയ ജനകീയ ബസിന് നഗരിപുറം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബസിനും ജീവനക്കാർക്കും വാഹന ഉടമയ്ക്കും സ്നേഹാദരം നൽകി ആദരിച്ചു. ഒറ്റപ്പാലം പത്തിരിപ്പാല കല്ലടിക്കോട് വഴി 22 വർഷം സർവീസ് നടത്തിയിരുന്ന രാമൻ എന്ന യാത്രക്കാരുടെ ജനകീയ ബസിനാണ് നഗരിപുറം ജനകീയ വായനശാല സ്നേഹാദരം നൽകിയത്. 2004 തുടങ്ങിയ സർവീസ് 22 വർഷം മുടങ്ങാതെ സർവീസ് നടത്തി. ഇതിനിടെ യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹാദരവും ബസ് പിടിച്ചുപറ്റി. യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും താളത്തിനൊത്ത് ബസ് ജീവനക്കാരും പെരുമാറിയതോടെ പ്രശ്നമൊന്നുമില്ലാതെ സർവീസ് നടത്തിയത് നീണ്ട 22 വർഷം. ഈ റൂട്ടിൽ വേണ്ടത്ര ബസ്സില്ലാത്തതിനാൽ യാത്രാക്ലേശം രൂക്ഷമായ കാലത്താണ് രാമന്റെ രംഗപ്രവേശം. ഒരുപക്ഷെ യാത്രക്കാരും ജീവനക്കാരും ഒരു കുടുംബത്തെ പോലെയായിരുന്നു പെരുമാറ്റ രീതി. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നവുമില്ലാതെ നീണ്ട 22 വർഷം സർവീസ് നടത്താനായത്. പുതുപ്പരിയാരം സ്വദേശിയായ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ, കണ്ടക്ടർ മോഹനൻ, ക്ലീനർ രാധാകൃഷ്ണൻ എന്നീ ജീവനക്കാരുടെ യാത്രക്കാരോടുള്ള പെരുമാറ്റമാണ് ഈ ബസിനെ ജനകീയ ബസ്സാക്കി മാറ്റിയത്. ഒലവക്കോട് റെയിൽവേ കോളനിയിൽ താമസിക്കുന്ന ശ്രീശൈലം വീട്ടിൽ ഗോപനാണ് ബസിന്റെ ഉടമ. ജീവനക്കാർക്ക് കട്ട സപ്പോർട്ടായി തന്നെ ഉടമയും കൂടെയുണ്ട്. കോവിഡ് കാലത്ത് മാസങ്ങളോളം ബസ് സർവീസ് നിലച്ചപ്പോഴും ജീവനക്കാരെ ബസ് ഉടമ ഗോപൻ ചേർത്തു പിടിച്ചത് മറക്കാനാവില്ലെന്ന് ജീവനക്കാർ പറയുന്നു. 22 വർഷം കഴിഞ്ഞാൽ ബസ് നിരത്തിറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബസിന്റെ ഓട്ടം നിലച്ചു. ജീവനക്കാരെയും യാത്രക്കാരെയും ചേർത്ത് പിടിക്കണം. മറ്റൊരു പുതിയ ബസ്സുമായി ഇതേ റൂട്ടിൽ മറ്റൊരു രാമൻ സർവീസ് നടത്താനുള്ള ശ്രമത്തിലാണ് ഉടമ ഗോപൻ. അപ്പോ ഇതില് നമ്മോടൊപ്പം കഴിഞ്ഞ 30 വർഷത്തോളം ആയിട്ട് 35 വർഷമായിട്ടുള്ള ജീവനക്കാരാണ് നമ്മോടൊപ്പം ഈ സർവീസ് നടത്തിക്കൊണ്ടുപോകുന്നത്. നഗരിപുരം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന സ്നേഹാദരം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ NS ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോ പുസ്തകങ്ങളൊക്കെ അതുപോലെയാണ്. പുസ്തകങ്ങൾ നമുക്ക് സ്വാഭാവികമായി ജീവനില്ലാത്ത വസ്തുക്കളാണ്. പക്ഷെ പുസ്തകങ്ങൾക്കകത്ത് ജീവിതമുണ്ട് എന്ന് പറയുന്നത് പോലെ രാമൻ ബസ് എന്ന് പറയുന്ന ഒരു യന്ത്രത്തിലോടുന്ന ഒരു വാഹനത്തിന് ജീവനുണ്ട് എന്ന് നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേര് കൂടിയിരിക്കുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. 10-25 വർഷങ്ങൾക്ക് മുമ്പ് കാലമായി ഈ ബസ് നമ്മളെ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മുടെ വീട്ടിലെത്തിക്കാൻ സഹായിച്ച ഒരു വാഹനം എന്നതിനപ്പുറം നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ രാമൻ ബസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്ന് ഇതിൽ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാവുന്നതാണ്. ശശി നഗരിപുരം അധ്യക്ഷത വഹിച്ചു. പഴയ ബസിന്റെ വരച്ചിത്രം സ്നേഹാദരമായി ഉടമയ്ക്ക് കൈമാറി. ബസ് ഉടമ ഗോപൻ, ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ, കണ്ടക്ടർ മോഹനൻ, ക്ലീനർ രാധാകൃഷ്ണൻ എന്നിവരെ നഗരിപുരം ജനകീയ വായനശാലയ്ക്ക് വേണ്ടി ആദരിച്ചു. സ്നേഹാദരങ്ങൾക്ക് ബസ് ഉടമ ഗോപനും ജീവനക്കാരും നന്ദി പറഞ്ഞു. ഗിരീഷ് പാലാരി, കൃഷ്ണൻകുട്ടി, VK സത്യകുമാർ, സനൽ, ബസ് ഉടമ C ഗോപൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.